എന്തായാലും ആദ്യം തന്നെ ഒരു കാര്യം പറയാം. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാനൊരു 20 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് മിമിക്രി പാട്ടും ഡാൻസും ഒക്കെ ചെയ്തിട്ട് പുറത്തുള്ള ഷോസ് ചെയ്തിട്ട് ഇതേ കൊച്ചിൻ എയർപോർട്ടിൽ വന്നിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കൊരു ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഇത്രയും പ്രോഗ്രാമൊക്കെ ചെയ്തിട്ട് ഞാൻ ഇവിടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു കാലം എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ അത് തന്നെയാണ് ആഗ്രഹിച്ചിട്ട് പോയത്. അപ്പോൾ അതെന്തായാലും എനിക്ക് സാധിച്ചു. ഞാൻ വന്നപ്പോൾ ഇത്രയും പേര് എന്നെ കാത്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും വലിയൊരു താങ്ക് യു. കാരണം ഞാൻ പോകുമ്പോൾ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെനിക്ക് നിങ്ങൾ ഇവിടെ വന്നപ്പം എനിക്ക് ആദ്യം തന്നെ ഭയങ്കര ഹാപ്പി. അപ്പൊ എല്ലാവരോടും താങ്ക് യു. അല്ല, ഞാൻ ഒരാഴ്ച കൊണ്ട് വരുന്നാണ് ഞാനും എൻ്റെ ഫാമിലിയും ഒക്കെ വിചാരിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയണം, നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ പോലെ ഫാമിലി ഇത് അവിടെ തന്നെ ഉണ്ടല്ലോ, എല്ലാരും ഉണ്ട്. അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്, ആഞ്ജനേയനും ഉണ്ട്, ദിലീപേട്ടനും ഉണ്ട്. ഇല്ല, ഏറ്റവും വലിയ സത്യം എന്താ വെച്ചാൽ എനിക്ക് ഫോണില്ലായിരുന്നു. ഞാൻ ഫോൺ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഫോണിൽ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ദിലീപേട്ടനായിട്ടും അവിടെ നിന്ന് വേറുള്ളവരുടെ ഫോൺ വാങ്ങിച്ച് സംസാരിച്ചു. ദേഷ്യമോ? വ്യക്തിപരമായിട്ട് എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല അങ്ങനെ ഭയങ്കരമായിട്ട്. അവിടെ ബാക്കി എല്ലാവർക്കും ഒക്കെ ഭയങ്കര ഇതൊക്കെ ഉണ്ടെങ്കിലും എന്നെ ആരും ഉപദ്രവിക്കാതെ ഞാൻ തടി കേടാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ തന്നെ രക്ഷപ്പെട്ടെ. ഏഴിന്റെ പണിയായിരുന്നു. കാരണം കോസ്റ്റ്യൂം തന്നെ ഏഴിന്റെ പണിയായിരുന്നല്ലോ. കാരണം ഈ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ 100 ഡേയ്സിന്റെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയത്. പക്ഷെ അവര് അതിന്റെ ഏറ്റവും വലിയൊരു ടാസ്ക് ആയിരുന്നു. അവർ 100 ഡേയ്സ് കോസ്റ്റ്യൂം കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല കാര്യം എന്നാ എനിക്ക് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഇത്രയും ദിവസം ഒരു ഫാമിലി ആയിട്ട് കഴിയുമ്പോൾ യാത്ര പറയേണ്ട ഒരു രംഗം വരുമ്പോഴത്തേക്കും എല്ലാരും കരച്ചിലും ബഹളവും ആയിരിക്കും. അപ്പൊ അതിനെക്കാട്ടും നല്ലത് ഭയങ്കരമായിട്ട് ബാക്കി നമുക്ക് ഇരുന്ന് പറയാം. ഇതിപ്പോ എന്താ, ഞാൻ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇരുന്ന് ഇതിപ്പോ ഒരുമാതിരി എത്രയോ ദിവസത്തെ ഞാൻ പറഞ്ഞേ കൊറേ ദിവസമായിട്ട് കാണത്തില്ല. ഞാൻ പറയാം നിങ്ങൾക്ക് ഓരോരുത്തർ ഇതായിരുന്നു മൈക്ക്. അതാ ഞാൻ പറയാം, ഇരുന്നിട്ട് നമുക്ക് സംസാരിച്ചാ പറയാം. അപ്പൊ അത് പുറത്ത് ചേച്ചിക്ക് ആദ്യം ഭയങ്കര ഇതായിട്ടാണ് വന്നത്. ഇപ്പൊ അത് ശരിയോട് പറഞ്ഞ പ്രശ്നം തീർത്തു. പക്ഷെ അതിപ്പോ ചേച്ചി ഇറങ്ങുമ്പോ എന്തായിട്ട് പറയുന്നത്? ഞാനത് ഭയങ്കര രസം. 6 മണിക്കൂറിന് ശേഷമാണ് കാരണം ഞാനൊരു സാധാരണക്കാരി, എനിക്ക് ഒരു സാധനം വരുമ്പോ അപ്പൊ തന്നെ പ്രതികരിക്കുന്നത്. ഞാൻ ആലോചിച്ച് ഇതൊരു നമുക്ക് ഈ ഗെയിമിനപ്പുറം അല്ലല്ല അങ്ങനെ ആരും പറയിപ്പിച്ചാല് എടോ ഞാനൊന്ന് ഇരുന്നിട്ട് നല്ല വൃത്തിക്ക് ഇപ്പൊ ഞങ്ങളെ കോലറിയാലോ. ഇത്രയും ദിവസം ഞങ്ങൾ അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഫേസും ഒക്കെ പോയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഞാൻ ഒരുങ്ങിയിട്ടൊക്കെ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നല്ലേ നല്ലത്. ഇല്ലില്ല, ഞങ്ങൾ പ്ലാൻ ചെയ്ത. കാരണം എനിക്ക് തന്നെ അറിയായിരുന്നു ഈ ഒരാഴ്ച ഞാൻ പോകുന്നില്ല. അപ്പൊ ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്തൊക്കെ ചെയ്തത്. എനിക്ക് അവരൊന്നും ഞാൻ പറഞ്ഞില്ല, അവിടെ ഉള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ളു. അല്ലാതെ അവരെ നമ്മൾ ആ വീട് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് അവരെ മിസ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരോടൊന്നും യാതൊരു വിധ മിസ്സിങ് എനിക്ക്. പല ഏജിലുള്ള പല കാറ്റഗറിയിലുള്ള ആളുകൾ ഒരുമിച്ചുള്ള ഇതൊക്കെ അവര് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഇന്റർവ്യൂ വരും? കുറെ ആൾക്കാർ അവിടെ കാത്തുന്നില്ല. അതിന്റെ ഒരു പല ഏജിലുള്ള ആളുകളായിട്ട് ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നു. പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നു, പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുന്നു. ശരിക്കും ഇതിനൊക്കെ എങ്ങനെയാ കാണുന്നത് ആസ് എ പേഴ്സൺ? സ്വന്തം ഗെയിം അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു കുടുംബത്തിൽ എത്ര ഒരേ പ്രായത്തിലുള്ള ആൾക്കാരല്ലല്ലോ ഉള്ളൂ. ഇപ്പൊ എന്റെ വീട്ടില് പ്രായമായ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചെറിയ ആഞ്ജനേയനുണ്ട്, ദിലീപേട്ടനുണ്ട്. അതുപോലെ തന്നെ അവിടെ അങ്ങനെ തന്നെ ഒരേ പ്രായത്തിലുള്ളവരുടെ കൂടെ അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അത് ഞാൻ പറയില്ല, അങ്ങനെ ഇപ്പൊ വേണ്ട. അത് ഞാൻ ലാസ്റ്റ് ഇന്റർവ്യൂലേ പറയുന്നത്. അത് ഞാൻ പിന്നെ അതെനിക്കെന്തറിയോ, എന്റെ പ്രശ്നം ഞാൻ പറയട്ടെ, എനിക്ക് എല്ലാത്തിനും വ്യക്തമായിട്ടില്ല. കാരണം ചിലതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, എല്ലാം കുറച്ചല്ലേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അല്ല, അത് ഒറ്റ വാക്കി പറഞ്ഞാൽ വീണ്ടും അത് കൺഫ്യൂഷൻ ആവും. എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ എല്ലാവരും എന്നെ കോൺടാക്ട് ചെയ്തോ, എല്ലാം നമ്പർ വാങ്ങിച്ചോ.